ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ബുഷ് ചെക്ക് ചെയ്യാൻ മാറ്റാം. അതുപോലെ ബ്രേക്ക് കേബിളും ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇതാണ് മെയിനായിട്ട് പറഞ്ഞാണ് ഓർക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ലൈനറൊക്കെ പുതിയ ലൈനർ അടക്കണം. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. പിന്നെ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷും ഉണ്ടല്ലോ, ലിങ്ക് ബുഷും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. കാരണം ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കോളർ മാത്രം, അതിൻ്റെ ഉള്ളിൽ കോളർ ബുഷ് തന്നെ ഉണ്ട്. കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ട് മറ്റേ ബുഷ് മാറണം, ലിങ്കിൻ്റെ ബുഷ് മാറേണ്ടി വരും. ഇത് കോപ്പർ ടൈപ്പ് ആയതുകൊണ്ട് കോപ്പറിൻ്റെ 4 ബുഷ് വരും, മെറ്റലിൻ്റെ 2 ബുഷ് വരും. അപ്പോൾ അങ്ങനെ കിറ്റായിട്ട് മാറ്റേണ്ടി വന്നാൽ ഏകദേശം ഒരു 500-550 നമുക്ക് അതിന് ചിലവ് തന്നെ ഉണ്ട്. കോളർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ. ഞാൻ നോക്കാം, അത് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് പ്ലേ ഒരല്പം കൂടുതലുണ്ട്. ഞാനത് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് സെറ്റ് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കോളർ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം. ഗ്രീൻ ബുഷ് എന്തെങ്കിലും മാറ്റേണ്ടി വരും. പിന്നെ ബ്രേക്കിൻ്റെ ഒരു കേബിളും ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കാം. നിലവിൽ ഈ വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. അതേപോലെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 2 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും. ഞാൻ തീരുന്നതിൻ്റെ അനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഫുൾ സെറ്റ് ബുഷാണ് ഉൾപ്പെടുത്തണേ. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നിട്ട് നമുക്ക് കോളർ മാറ്റി സെറ്റ് ആക്കാം. ഓക്കെ.